A+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diaper. Sky Wave Water and Amusement Park, Kakkadampoil, Valamthood, Malappuram. Rockval Mountain Retreat, Kakkadampoil, Nayadampoil. Sri Vivekananda Padana Kendram, Palemad, Edakara. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നിലമ്പൂർ നഗരസഭയുടെ കഴിഞ്ഞ 4.5 വർഷത്തെ ഭരണ നേട്ടങ്ങൾ വിവരിച്ച് നഗരസഭയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സ്ഥാനാർത്ഥി സാധ്യത തള്ളാതെ മാട്ടുമ്മൽ സലീം പ്രതികരിച്ചത്. അതേസമയം PV അൻവർ തന്റെ നല്ല സുഹൃത്താണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പറയുന്നതൊക്കെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന ഇപ്പത്തെ ഒരു സാഹചര്യം, ആ സാഹചര്യത്തില് തീർച്ചയായിട്ടും അത് ഞാനല്ല പറയാം. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല, അതായത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മുന്നണിയുടെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞു, പത്രക്കാർ എത്രയോ പേരില്ലേ പ്രസാദ് ഭായി, എത്രയോ പേരുകളുണ്ട് അല്ലേ? പേരുകളെ തോമസ് കുട്ടി പറഞ്ഞു, അങ്ങനെ ഒരു പേരുകളുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ അല്ല ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ, ഞാനൊരു 24 മണിക്കൂർ പൊളിറ്റീഷ്യൻ അല്ല ഒന്ന്. എന്നിരുന്നാൽ പോലും എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പാർട്ടി ഇത്രയും സ്ഥാനങ്ങൾ തന്നൊരു വ്യക്തിയാണ് ഞാൻ. പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയാൽ മത്സരിക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യത്തിന് നിലമ്പൂർ നഗരസഭ ഭരണ നേട്ടങ്ങൾ ജനങ്ങളെ അറിയിക്കാനാണ് വാർത്താ സമ്മേളനം എന്നതായിരുന്നു മറുപടി. എന്നാൽ താൻ മത്സരിക്കാനില്ലെന്ന് അദ്ദേഹം പറഞ്ഞതുമില്ല. PV അൻവറിനെ ജനകീയ MLA എന്ന് പറഞ്ഞത് തെറ്റായിപ്പോയോ എന്ന് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ജനപക്ഷത്ത് നിന്ന സമയത്താണ് അങ്ങനെ പറഞ്ഞതെന്നും അതിൽ തെറ്റില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അതെ, ജനകീയ MLA എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു സ്വതന്ത്രനായി ജയിച്ച MLA അല്ലേ. അപ്പൊ ജനങ്ങളാലിപ്പം ഞാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന മുന്നണിയാണ് ഞങ്ങൾ മത്സരിച്ചത്. അതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി, വ്യാപാരി വ്യവസായി സമിതി, അല്ലാതെ നിൽക്കുന്ന കുറേ സന്നദ്ധ സംഘടനകളൊക്കെ സഹായിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഭൂരിപക്ഷത്തിൽ വരാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ സ്വതന്ത്രന്മാരെ പരീക്ഷിച്ചിട്ട് നമ്മൾ ആ നാട് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ജനകീയ MLA തന്നെയാണ്, ജനകീയത വന്നിട്ട് ജയിച്ചു തന്നെ തന്നെയാണ്. അതിലിപ്പോൾ തെറ്റെന്ന് പറയാൻ പറ്റില്ലല്ലോ, അതിലൊന്നും തെറ്റൊന്നുമില്ല. ഇത് ഓരോ കാലത്തും ഓരോ ഇതുണ്ടാവില്ല. PV അൻവർ കോളേജിൽ പഠിക്കുന്ന സമയം മുതലുള്ള സുഹൃത്താണ്. എന്നാൽ അൻവറിന്റെ പുതിയ രാഷ്ട്രീയ നിലപാടിനോട് താല്പര്യമില്ല. നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന് അനുകൂല രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. 3ാം പിണറായി സർക്കാർ ജനങ്ങളുടെ ആഗ്രഹമാണ്. നിലമ്പൂരിൽ വിജയം ഉറപ്പാണെന്നും 10 വർഷം UDF ഭരിച്ച് കടക്കണിയിലാക്കിയ നിലമ്പൂർ നഗരസഭയെ കഴിഞ്ഞ 4.5 വർഷം കൊണ്ട് സംസ്ഥാനത്തെ മികച്ച നഗരസഭകളിൽ ഒന്നാക്കി മാറ്റാൻ കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. ഒരിക്കലുമില്ല. അൻവറും ഞാനും പറഞ്ഞാൽ മമ്പാട് കോളേജ് മുതലുള്ള എൻ്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനാണ്. ഞങ്ങൾ കൂട്ടുകാരാകുമ്പോഴും അദ്ദേഹം നമുക്കെതിരായിട്ട് ഏറനാട് മത്സരിച്ചിട്ടുണ്ട്, അതിനുശേഷം വയനാട് മത്സരിച്ചിട്ടുണ്ട്. അന്നും കൂട്ടുകാരാണ്. പിന്നെ ഇടതുവശത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിലമ്പൂർ മത്സരിച്ചിട്ട് അന്നും അതേ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്, ഇന്നും അതേ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ്. നാളെ കൂട്ടുകാരൻ എന്നുള്ളവർക്ക് അതേ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കും, അതിൽ മാറ്റുന്നു. ബൂത്ത് തലത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ആളുകൾക്കറിയാം. നിലമ്പൂരില് വീണ്ടും ഒരു സ്വതന്ത്രം വേണോ, പാർട്ടി സ്ഥാനാർത്ഥി വേണോ എന്നുള്ളത് ബൂത്ത് തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ആളുകളിൽ നിന്നൊരു റിട്ടേൺസ് കിട്ടുമല്ലോ. നിങ്ങൾ ഈ നിലമ്പൂർ, അതെ തീർച്ചയായും ഈ നിലമ്പൂർ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമുക്കറിയാം. ഇന്ത്യയിൽ ആദ്യമായി ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MLA കൊല്ലപ്പെട്ട നാടാണ് നിലമ്പൂർ. അതിനുശേഷം പൗലോസ് കൊല്ലപ്പെട്ടു, അതിനുശേഷം രാധ കൊല്ലപ്പെട്ടു. ഈ നാട്ടിൽ അരാജകത്വം മാത്രമല്ല, തൻ്റെ എതിരാളികളെ ഏതൊക്കെ നിലക്ക് നിഷ്കാസനം ചെയ്യാൻ പറ്റും അത്തരത്തിലൊരു ഗുണ്ടാ രാഷ്ട്രീയം നടത്തിയിരുന്നൊരു കാലഘട്ടം നമുക്കറിയാം. അതിൽ നിന്ന് മോചിതനാകാൻ വേണ്ടിയിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ ആര്യാടനായാലും മറ്റുള്ളവരൊക്കെ രാഷ്ട്രീയപരമായിട്ടാണ് നേരിട്ട്. ആര്യാടൊക്കെ മുഖത്തോ മേത്തോ ഒരു കല്ല് വീഴാതെ സൂക്ഷിച്ചതും കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ. കാരണം നാളെ ഒരു കുറ്റം വരെ എഴുതി വെച്ചു. ആര്യാടനെ ഇവിടെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയപരമായിട്ടാണ്.
അതിൽ നിന്ന് മാറി ഒരാളെ പരീക്ഷിച്ചപ്പോൾ ഒരു വഞ്ചനാപരമായ നിലപാടാണ് ഇപ്പോൾ അയാൾ സ്വീകരിച്ചത്. ഈ നാടിൻ്റെ ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ അത്തരത്തിൽ നിന്നൊരു രാഷ്ട്രീയത്തിൽ നിന്ന് മാറി ഒരു നല്ല രാഷ്ട്രീയം വന്നപ്പോൾ ആ രാഷ്ട്രീയത്തെയും ഈ നാട്ടിലെ ജനങ്ങളെയും വഞ്ചിച്ച് പോയൊരു MLA പ്രതികാരം തീർക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ കാത്തുക. UDF ഭരണകാലത്ത് പൊളിച്ചിട്ട നിലമ്പൂർ നഗരസഭയുടെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടങ്ങും. സർക്കാർ ഏജൻസിയായ കെല്ലിനാണ് നിർമ്മാണ ചുമതല നൽകിയിട്ടുള്ളത്. 10 കോടിയാണ് ഇതിന് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇത് ഏറ്റെടുക്കുമ്പോൾ കോടിക്കണക്കിന് രൂപ കടത്തിലാണ് മുനിസിപ്പാലിറ്റി. എത്രയാ കോൺട്രാക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപ അവർ ഹൈക്കോടതി കേസ് പോയി അവർക്ക് പണം കൊടുക്കണം എന്ന് പറഞ്ഞ് അല്ലേ ബഷീർ, പണം കൊടുക്കണം എന്ന് പറഞ്ഞ് ഓർഡർ വന്നിരിക്കുന്ന സമയത്താണുള്ള അധികാരത്തിൽ വരുന്നത്. ആ സമയത്ത് ഒരു കടമെടുത്തിട്ട് ഒരു ബസ് സ്റ്റാൻഡ് വെക്കുക എന്ന് പറയുമ്പോൾ ഈ നാടിനോട് ചെയ്യുന്ന വഞ്ചന എന്നുള്ള നിലയിലാണ് ഞങ്ങളത് BOT അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ PPA അടിസ്ഥാനത്തിലോ ഗവൺമെൻറ് പറഞ്ഞ നോംസ് വെച്ചിട്ട് നടത്താൻ വേണ്ടിയിട്ട് മുനിസിപ്പാലിറ്റി തീരുമാനിച്ചു. പക്ഷേ ആ തീരുമാനത്തെയൊക്കെ തന്നെ കോൺഗ്രസിൻ്റെ ഭരണസമിതി, കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാക്കന്മാർ നിരന്തരം വിയോജനക്കുറിപ്പും കത്തും കമ്പിയായിട്ട് മറ്റുള്ളവർക്ക് എന്താ പറയുക കത്തുകളയച്ച് ഇതിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഏകദേശം 1.5 വർഷക്കാലത്തോളം അത് നടത്താതിരിക്കാനുള്ള എല്ലാ പണിയും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുള്ളതാണ് സത്യം. ഈ 6 മാസം മുമ്പാണ് പിന്നെ നമ്മളത് സ്വന്തം 10 കോടി രൂപ മുടക്കി നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പാലിറ്റി ബസ് ബേ കം വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളും ടാക്സി സ്റ്റാൻഡും കാര്യങ്ങളും നിർമ്മിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ഇപ്പോൾ ഇന്നത് പറയാൻ കാരണം ഇന്നലെയാണ് അതിൻ്റെ വർക്ക് ഓർഡർ കെല്ലെന്ന കമ്പനിക്ക് കൊട്ടേഷൻ വിളിച്ചു, കൊട്ടേഷൻ സ്വീകരിച്ചു, കൊട്ടേഷൻ എടുത്തു. അതിനുശേഷം അവരായിട്ട് നെഗോഷിയേഷൻ നടത്തി. ഇന്നലെ കെല്ലെന്ന കമ്പനിക്ക് നമ്മൾ വർക്ക് ഓർഡർ കൊടുത്ത ഏറ്റവും വലിയ സന്തോഷത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മുടെ നിലമ്പൂർ ചന്തക്കുന്നിലെ ബസ് ബേ സ്റ്റാൻഡ് നമുക്ക് യാഥാർത്ഥ്യമായിരിക്കണം. ഈ ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ നമുക്കതിൻ്റെ പണി ആരംഭിക്കാൻ കഴിയും. സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി വടപുറം മുതൽ കരിമ്പുഴ വരെ KNG റോഡിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിന് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. നഗരസഭാ പരിധിയിലെ മുഴുവൻ കിഡ്നി രോഗികൾക്കും 4000 രൂപ നഗരസഭ നിലവിൽ നൽകി വരുന്നുണ്ട്. ക്യാൻസർ രോഗികൾക്കും ചികിത്സാ സഹായം നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 60 വയസ്സ് കഴിഞ്ഞ മുഴുവൻ പേർക്കും ഭക്ഷ്യക്കിറ്റുകൾ നൽകുവാനും നടപടി ഉണ്ടാകുമെന്ന് ചെയർമാൻ പറഞ്ഞു. നിലമ്പൂർ KNG റോഡിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നം തോട് നവീകരണത്തിലൂടെ പരിഹരിച്ചതായും അദ്ദേഹം എടുത്തു പറഞ്ഞു. നിലമ്പൂർ നഗരസഭയിൽ റോഡ് വികസനം യാഥാർത്ഥ്യമാക്കി. റവന്യൂ നികുതി വരുമാനം 30% നിന്നും 92% ഉയർത്താൻ കഴിഞ്ഞതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ ഒപ്പം വൈസ് ചെയർപേഴ്സൺ, മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ എന്നിവർ നൽകിയ പിന്തുണയും അദ്ദേഹം എടുത്തു പറഞ്ഞു. പാർട്ടി തന്നെ ഏൽപ്പിച്ച എല്ലാ സ്ഥാനങ്ങളും ഉത്തരവാദിത്തത്തോടെ നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ചെയർമാനൊപ്പം വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM ബഷീർ, കക്കാൺ റഹീം, സ്കറിയ കിനാന്തോപ്പിൽ എന്നിവരും പങ്കെടുത്തു. A+ വിഷൻ, നിലമ്പൂർ. കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്ന നഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയിലിൽ അപൂർവതയുടെ വിസ്മയം മിഴിതുറക്കുന്നു. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്. ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ്. ടോപ്പ് സ്പിൻ, റിവോൾവിംഗ് ടവർ, ഡിസ്കോ മാജിക് കോസ്റ്റർ, അക്വാ ലൂപ്പ് റോക്കറ്റ്, വേവ് പൂൾ, ഫാമിലി പൂൾ, കിഡ്സ് പൂൾ, അഡൽട്ട് പൂൾ, ചിൽഡ്രൻ സ്പ്ലാഷ്, ഫാമിലി സ്പ്ലാഷ് സ്ലൈഡ്, ഓപ്പൺ ബോഡി സ്ലൈഡ്, ക്ലോസ്ഡ് ബോഡി സ്ലൈഡ്, 16D തിയേറ്റർ, ചിൽഡ്രൻസ് പാർക്ക്, സിപ്പ് ലൈൻ, സിപ്പ് സൈക്കിൾ, ഫ്ലൈ കാർപ്പറ്റ് തുടങ്ങി 60ഓളം റൈഡുകളുടെ വിസ്മയ ലോകമൊരുക്കി സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈ വേവിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സ്കൈ വേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, വളംതോട്, മലപ്പുറം.